ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ള ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന. ടീനേജേഴ്സിനും അതുപോലെ തന്നെ കോളേജ് ഗേൾസിനും ഇടാൻ പറ്റുന്നതായ യുണീക്കായിട്ടുള്ളൊരു ടോപ്പാണ്. ഫ്രണ്ടിലേക്ക് ലേസ് വർക്ക് വരുന്ന ഒരു വീനിക്കും അതുപോലെ തന്നെ ലേസ് അറ്റാച്ച് ചെയ്തിട്ട് ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് വരുന്ന ഒരു സ്ലീവാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 മീറ്റർ തുണി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. കുറച്ച് വീതിയുള്ള തുണിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നല്ലപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്ലീവൊക്കെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തായിരുന്നു, അതിൽ നിന്ന് റിമൈനിങ് വരുന്ന പീസ് കൊണ്ടാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ മെഷർമെൻറ്റ് മീഡിയം മെഷർമെൻറ്റാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ബാക്കി നിങ്ങളുടെ ഫ്രോക്കോ ചുടിയോ എന്താണെങ്കിലും കുറേ ടൈം കൺസ്യൂമിങ് ആണ്, കുറേ മെറ്റീരിയലും വേണം. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടും സിമ്പിളായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പുകൾ നമ്മുടെ ഒരു ക്രോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഒത്തിരി ടോപ്പുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റ് വെഡ്നെസ്ഡേ നമ്മുടെ ന്യൂ ഇയർ ആയിരുന്നു. അപ്പോൾ ന്യൂ ഇയറിൻ്റെ റെസൊല്യൂഷൻസൊക്കെ എല്ലാവരും തന്നെ എടുത്തിട്ടുണ്ടാവും. 1 വീക്ക് ആകുമ്പോഴേക്കും നിങ്ങളുടെ റെസൊല്യൂഷൻസൊക്കെ എങ്ങോട്ട് പോയി എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അതുപോലെ തുടങ്ങിയ ആളാണ് ഞാനും. റെസൊല്യൂഷൻസ് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസി പറഞ്ഞ ഒരു ഐറ്റം മാത്രം നമ്മളിൽ ഉണ്ടായാൽ മതി. എന്തെന്നായാലും ഇന്നൊരു ഹാഫ് ആൻ അവർ ഞാൻ ചെയ്തിരിക്കും എന്നൊരു കൺസിസ്റ്റൻസി മാത്രം മതി. പിന്നെ പുറമെന്ന് കാണുന്ന ആൾക്കാർ പറയും ഇത് ഭംഗിയില്ല എന്നൊക്കെ പറയും, പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് പറയും. പക്ഷേ അത് പുറമത്തെ ആൾക്കാരുടെ ഒപ്പീനിയനാണ്. നമ്മുടെ ഒപ്പീനിയൻ എന്താണ്, നമുക്ക് കൺസിസ്റ്റൻസി മാത്രമേ വേണ്ടൂ. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പെർഫെക്ഷനിലേക്ക് മാറിക്കോളും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് നമ്മളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നമ്മൾ നിർത്തിപ്പോയത്. അങ്ങനെ തുടങ്ങിയ ആളാണ് ഞാനും. എൻ്റെ സ്റ്റിച്ചിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്രമാത്രം പെർഫെക്റ്റിലൊന്നും സ്റ്റിച്ച് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഒരു ഹാഫ് ആൻ അവർ സ്റ്റിച്ച് ചെയ്യും എന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പതുക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത്രയും മോഡൽസ് എനിക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് റെസൊല്യൂഷൻസ് എടുത്താലും അതിൽ കൺസിസ്റ്റൻസി എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അതിന് ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ നമ്മുടെ ചാനൽ കണ്ട് ഒത്തിരി പേര് മോട്ടിവേറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പീസിൽ നമ്മൾ വീനിക്കാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ലേസിൻ്റെ വിത്തിനനുസരിച്ച് നമ്മുടെ നെക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നിങ്ങൾക്ക് എത്രമാത്രം ലെങ്ത്ത് വേണോ ആ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളുടെ നെക്കിൻ്റെ കട്ടിങ് നമ്മളവിടെ ഫിനിഷ് ചെയ്തു. ഇനി നമ്മുടെ സ്ലീവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മീറ്റർ തുണി കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതെന്നുള്ളത്. പക്ഷേ നമുക്ക് സ്ലീവ് എന്തായാലും ജോയിനിങ് കൊടുക്കാതെ നമുക്ക് സ്ലീവ് കിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ട് ജോയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല ഭംഗി ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മുടെ
നമ്മുടെ ഈ 2 ലേസസും അറ്റാച്ച് ചെയ്തിട്ട് അത് ഒരു മിഡിൽ പോർഷനിൽ വരുന്ന രീതിയിൽ നമ്മൾ സ്ലീവാക്കി മാറ്റിയെടുത്തത്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൽ ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവുന്നത് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ള ടിപ്സും ട്രിക്സൊക്കെ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു 1 മീറ്റർ തുണി കൊണ്ടുപോയിട്ട് കടയിൽ കൊടുത്തിട്ട് ഒരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരാൻ പറഞ്ഞാൽ എന്തായാലും അവർ പറയും ഇത് തികയില്ല, സ്ലീവ് തികയില്ല, നെക്കിന് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കംപ്ലയിൻറ്റ്സ് പറയും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതായ കുറച്ച് തുണി കൊണ്ട് എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഓരോ പാറ്റേൺസ് നമുക്ക് ചെയ്തെടുക്കാമെന്നാണ് നമ്മുടെ ഇനിയുള്ള വീഡിയോസിൽ വരുന്നത്. അപ്പോൾ അതെല്ലാവരും തന്നെ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ലേസ് വർക്ക് വരുന്നതായ വീനെക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിലത്തെ നെക്ക് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഷോൾഡർ ജോയിനിങ് ആണ്. പിന്നെ നമ്മുടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ്സിന് ചെറുതായിട്ട് വരുന്നതായ ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളുടെ സൈഡും കൂടി അടിച്ചിട്ട് ഏറ്റവും അടിയിൽ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഇതാണെന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ്സ് പോലും നിങ്ങൾക്ക് വരില്ല സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പ് നല്ല ഭംഗിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോപ്പ് ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 300 റേഞ്ചില്ലാതെ നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിയും കൂടുതലായിട്ടുള്ളൊരു എമൗണ്ടേ ആവുള്ളൂ, അതിനെക്കാട്ടി കുറവായിട്ടുള്ളൊരു എമൗണ്ട് ആവില്ല. അപ്പോൾ അതേ നമുക്ക് ചെറിയ രീതിയിൽ തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കും അടിപൊളിയായിട്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്ത സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ നമ്മൾ ടോപ്പ് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചെറിയ സപ്പോർട്ടാണ് ചെറിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് മുന്നിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിലെ അടിപൊളിയായിട്ട് കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.